സങ്കടകരമായ ഒരു വിവരമാണ് ഇനി പുറത്തു വരുന്നത്. കോട്ടയം ചിങ്ങവനത്ത് ട്രെയിൻ തട്ടി യുവാവ് മരിച്ചു എന്നുള്ളത്. പോളച്ചിറ സ്വദേശി ചിക്കു ആണ് മരിച്ചത്. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. ഗോകുൽ രമേശുണ്ട്. ഗോകുൽ, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ? അല്പസമയം മുമ്പായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നത്. നിലവിൽ കോട്ടയം ചങ്ങനാശ്ശേരി പാതയിൽ, റെയിൽവേ പാതയിൽ ചിങ്ങവനം ഭാഗത്ത് വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. യുവാവിന്റെ ദേഹത്ത് ട്രെയിൻ തട്ടി യുവാവ് മരിക്കുകയായിരുന്നു. പോളച്ചിറ സ്വദേശി ചിക്കു എന്ന് പറയുന്ന 29-കാരനാണ് ഇത്തരത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. ആത്മഹത്യയാണ് എന്നാണ് പ്രാഥമിക നിഗമനം. നിലവിൽ പോലീസ് പറയുന്നതനുസരിച്ച് അവരുടെ ബന്ധുക്കളെ ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ച വിവരം അനുസരിച്ച് പോലീസ് പറയുന്ന പ്രാഥമിക നിഗമനം ആത്മഹത്യ ആവാം എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ചിങ്ങവനം പോലീസ് സ്ഥലത്തെത്തി അതിന്റെ തുടർ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. മൃതദേഹം കോട്ടയത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയായിട്ടുള്ളതായിട്ട് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ റെയിൽവേ പോലീസാണ് ഇത്തരത്തിൽ മൃതദേഹം ആദ്യം അവിടെ കാണുകയും തുടർന്ന് ചിങ്ങവനം പോലീസിനെ വിവരം അറിയിച്ച് അതിന്റെ തുടർ നടപടികളൊക്കെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്നലെയും സമാനമായിട്ടൊരു അപകടം ഈ പാതയിൽ തന്നെ, ഈ റെയിൽവേ പാതയിൽ തന്നെ കോട്ടയത്തിനപ്പുറം കോട്ടയത്തിനും ഏറ്റുമാനൂരിനും ഇടയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് ട്രെയിനിൽ നിന്ന് വീണ് മരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ റെയിൽവേ പെട്രോളിംഗ് അടക്കം വർദ്ധിപ്പിക്കുന്ന സാഹചര്യം നിലവിൽ പരിഗണനയിലാണെന്ന് റെയിൽവേ പോലീസും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ ചിക്കുവിന്റെ ബാക്കി തുടർ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാളെ വീട്ടുകാർക്ക് വിട്ടു നൽകുമെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ ഗോകുൽ, വ്യക്തമാണ്. ഒരു സങ്കടകരമായ വാർത്തയാണ് ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ പുറത്ത്, അതും ട്രെയിൻ അപകടത്തിലൊക്കെ മരിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നത് അത്യന്തം സങ്കടകരമാണ്. ഇതിപ്പോൾ കോട്ടയം ചിങ്ങവനത്താണ് യുവാവിന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്.